നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് അനുമതി നൽകുന്നതോടെ ചട്ടങ്ങൾ പ്രാബല്യത്തിലെത്തും. സർക്കാർ വാക്കുപാലിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച എല്ലാവിധ സൗകര്യങ്ങളുമുള്ള രാജാക്കാട് കൃഷിഭവൻ കെട്ടിടം സംരക്ഷണമില്ലാതെ കാടുകയറി നശിക്കുന്നു. കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണമെന്ന ആവശ്യം. വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്ന മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക കണക്ഷനെങ്കിലും നൽകുവാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. CPM-ഉം കോൺഗ്രസും ഇരട്ട വോട്ടിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നുവെന്ന VC വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് അനുമതി നൽകുന്നതോടെ ചട്ടങ്ങൾ പ്രാബല്യത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെ LDF പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയ ഭൂനിയമ ഭേദഗതിയുടെ ചട്ടങ്ങളാണ് പൂർത്തിയായത്. ഏറെ കടമ്പകൾ കടന്നാണ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ പൂർണ്ണമായത്. നിയമ ഭേദഗതിക്ക് നിയമസഭയിൽ പ്രതിപക്ഷം കൈപൊക്കിയെങ്കിലും പിന്നീട് പ്രതിഷേധം ഉയർത്തുകയും പുറത്ത് ബില്ല് കത്തിക്കുകയടക്കം ചെയ്തു. കർഷക സംഘടനകൾ ബില്ലിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി. ഇതിനെല്ലാം പുറമെ ബില്ലിൽ ഒപ്പിടാതെ ഗവർണർ തടഞ്ഞുവെച്ചു. 2023 സെപ്റ്റംബർ 14 ബില്ല് നിയമസഭയിൽ പാസാക്കിയത്. തുടർന്ന് 2024 ഏപ്രിൽ 27 ഗവർണർ ബില്ലിൽ ഒപ്പിട്ടു. ഏറ്റവും ഒടുവിൽ ബില്ലുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കി മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്നും LDF പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അത് സബ്ജക്ട് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. രണ്ട് തരത്തിലുള്ള ചട്ടങ്ങളാണ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വകമാറ്റിയുള്ള നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്നതിനും മുമ്പോട്ടുള്ള നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നതിനും. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള നിർമ്മാണങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലായിരുന്നുവെന്നും മുഖ്യമന്ത്രി. രണ്ട് ചട്ടങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത് പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ. രണ്ടാമതായി കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നുള്ള ചട്ടങ്ങൾ. ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാണ്. സബ്ജക്ട് കമ്മിറ്റി പാസാക്കി ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ മലയോര മേഖലയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. വിവിധ വിഭാഗം വരുന്ന ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ഇതോടെ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച എല്ലാവിധ സൗകര്യങ്ങളുമുള്ള രാജാക്കാട് കൃഷിഭവൻ കെട്ടിടം സംരക്ഷണമില്ലാതെ കാടുകയറി നശിക്കുന്നു. നിലവിലുള്ള കൃഷിഭവൻ പ്രവർത്തിക്കുന്നതാകട്ടെ പരിമിതമായ സ്ഥലത്താണ്. അനാഥമായ കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടമാണ് ഇതുപോലെ കാടുകയറി നശിച്ചു കിടക്കുന്നത്. 1984 മന്ത്രിയായിരുന്ന PJ ജോസഫ് ഇടപെട്ടാണ് മുല്ലക്കാനത്തിന് സമീപം കൃഷിഭവൻ നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം സൗജന്യമായി ലഭ്യമാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഏലത്തോട്ടമുടമയായ ജയശീലൻ നാടാർ എന്ന വ്യക്തി കൃഷിഭവൻ നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. ഇവിടെയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കൃഷിഭവൻ കെട്ടിടം നിർമ്മിച്ചത്. പിന്നീട് വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ പഞ്ചായത്തിലേക്ക് മാറ്റിയതോടെ കൃഷിഭവൻ ഓഫീസിന്റെ പ്രവർത്തനം പഞ്ചായത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി. ഇതോടെ മുല്ലക്കാനത്തെ പഴയ കൃഷിഭവൻ കെട്ടിടം അടച്ചുപൂട്ടി അനാഥമായി. മുല്ലക്കാനത്തുള്ള കൃഷിഭവന്റെ കെട്ടിടം വള്ളയും കാടും കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ കെട്ടിടത്തിന് ചുറ്റും പള്ള കയറി ആ കെട്ടിടത്തിൻ്റെ ജനലിലും കതകിലോട്ടൊക്കെ കയറി ആ ജനലും കതകുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലുപരി അതിൻ്റെ വാർക്കകളെല്ലാം ഇത് പള്ള കയറി അടന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ കൃഷിഭവൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്ത് മഴമറ ഉണ്ടാക്കിയെങ്കിലും ആ മഴമറയും കാടും പള്ളയും കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി വെറുതെ കിടക്കുന്ന ഈ കോൺക്രീറ്റ് കെട്ടിടം സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി.
കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരുമടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. സ്കൂൾ കെട്ടിടത്തിന് റവന്യൂ വകുപ്പിൽ നിന്ന് NOC ലഭിക്കാത്തതിനാൽ സ്കൂളിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചെന്ന പരാതിയിൽ താൽക്കാലിക കണക്ഷനെങ്കിലും നൽകി ശുദ്ധജല വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസാണ് ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് NOC ലഭിക്കാത്തതിനാൽ വൈദ്യുതിയും ശുദ്ധജലവും നിലച്ചുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. NOC വാങ്ങാത്ത സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണം ക്രമവൽക്കരിക്കുവാൻ ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുമായി സംയുക്ത ചർച്ച നടത്തി ജില്ലാ കളക്ടർ നടപടിയെടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ നിർദ്ദേശിക്കണം. സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ജില്ലാ കളക്ടർ വിശദമായ റിപ്പോർട്ട് കമ്മീഷനിൽ സമർപ്പിക്കണം. മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും പ്രത്യേകം റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടറെ പ്രതിനിധീകരിച്ച RDOയും പ്രിൻസിപ്പലിന്റെ പ്രതിനിധിയും ഒക്ടോബർ 22 രാവിലെ 10 തൊടുപുഴ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച SFI മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. SFI മൂന്നാർ ഏരിയ സെക്രട്ടറി S. രഞ്ജിത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി ഇല്ലാത്തത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് സ്കൂളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുന്നുവെന്നാരോപിച്ച് SFI മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. SFI മൂന്നാർ ഏരിയ സെക്രട്ടറി S. രഞ്ജിത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബൈറ്റ്. ஒரு ஸ்கூலுக்கு ஒரு பஞ்சாயத்து நம்பர் கூட போட்டு தர முடியாத மூணாறு பஞ்சாயத்து UDF பறிக்கக்கூடிய பஞ்சாயத்து நரிகட்ட பஞ்சாயத்து இருக்கிறது. இங்கே உள்ள மாணவ மாணவிகளுக்கு அவமானமாக இருக்குது. ജോൺ നികേഷ് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അശ്വിൻ, അരുൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന്റെ നമ്പർ നൽകാത്തത് മൂലം കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ നിരവധി തവണ നമ്പറിനായി അപേക്ഷ നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും SFI ആരോപിക്കുന്നു. വൈദ്യുതി ലഭിക്കാൻ അപേക്ഷ സമർപ്പിച്ചെങ്കിലും കെട്ടിട നമ്പർ ഇല്ലാത്ത കാരണം പറഞ്ഞ് ബന്ധപ്പെട്ടവർ അപേക്ഷ നിരാകരിക്കുകയാണ് ഉണ്ടായതെന്നും പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്കൂളിലെ ലാബിന്റെ പ്രവർത്തനം താളം തെറ്റി. ശുചിമുറികളിൽ വെള്ളം ചുമന്നെത്തിക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത് മുൻനിർത്തിയാണ് SFI പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി നന്മയുടെ പൊന്നോണക്കാലം. മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഒപ്പം ഓണസദ്യയും ഒരുക്കി. ഓണക്കാലം എല്ലാം മറന്ന് ആഘോഷമാക്കുകയാണ് മലയോരവും. വെറും ആഘോഷം മാത്രമല്ല, കൂട്ടായ്മയുടെയും കൂടിച്ചേരലിന്റെയും ഒത്തൊരുമയുടെയും എല്ലാം പ്രതീകമാണ് ഓരോ ആഘോഷവും. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റിന്റെ ഓണാഘോഷം. അംഗങ്ങളായ മുഴുവൻ ആളുകളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചാണ് ഇത്തവണ ഒരു ദിവസം നീണ്ടുനിന്ന ഓണാഘോഷം സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നിറപറയും നിലവിളക്കും അത്തപ്പൂക്കളവും ഒരുക്കിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. മത്സരങ്ങൾക്ക് ശേഷം വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് ഓണസദ്യയും കഴിച്ചാണ് പരിപാടികൾ അവസാനിപ്പിച്ചത്. പ്രസിഡന്റ് VS ബിജു, ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ട്രഷറർ VC ജോൺസൺ, വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ശശികുമാർ, സെക്രട്ടറി ജയ മഹേഷ്, ട്രഷറർ അനില ഹംസ, യൂത്ത് വിംഗ് പ്രസിഡന്റ് CS പ്രതീഷ്, സെക്രട്ടറി അലൻ സെബാസ്റ്റ്യൻ, ട്രഷറർ ജിയോൺ ബെന്നി, ജില്ലാ കോർഡിനേറ്റർ സിബി കൊച്ചുവള്ളാട്ട്, യൂണിറ്റ് ഭാരവാഹികളായ
ബെന്നി ജോസഫ്, അബ്ദുൽ കലാം, PB മുരളീധരൻ നായർ, KG മഹേഷ്, ബിനീഷ് ബേബി, G രമേശ് ബാബു, ഗ്രേസി സേവ്യർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. NRCT സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നഴ്സറി ഓണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഒപ്പം മാതാപിതാക്കൾക്കും മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുരുന്നുകൾക്കുള്ളിലും ഓണത്തിന്റെ സന്ദേശം എത്തണം. വരും തലമുറയും ഓണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വളരുകയും ഒപ്പം സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും സന്ദേശം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് NRCT സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. മത്സരങ്ങളിൽ പങ്കെടുത്ത കുരുന്നുകൾ മലയാളി മങ്കിയായും മാവേലിയായും വേഷമിട്ടെത്തിയത് ഏറെ ആകർഷകം. മത്സരങ്ങളിൽ പങ്കെടുത്തു വിജയിച്ച കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുഖ്യ അതിഥിയായി പങ്കെടുത്ത സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഷെറിൻ സമ്മാനങ്ങൾ വിതരണം നടത്തി. നഴ്സറി സ്കൂൾ മാനേജർ സിസ്റ്റർ ജസ്റ്റി, പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി ട്രിസ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സിറ്റി വിഷൻ രാജാക്കാട്. ചെറിയൊരു ഇടവേള, വേഗം തിരിച്ചു വരാം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആവശ്യപ്പെട്ടു. CPM-ഉം കോൺഗ്രസും ഒരുപോലെ ഇരട്ട വോട്ടിന്റെ ആനുകൂല്യങ്ങൾ പറ്റുകയാണ്. വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന് BJP ജില്ലാ കമ്മിറ്റി പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ശാന്തമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരട്ട വോട്ടിൻ്റെ വലിയ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വോട്ടുള്ള ആൾക്കാർ ഇവിടെ ഈ ഉടുമ്പൻചോലയിലും ശാന്തമ്പാറയിലൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന, അല്ലെ അവർക്ക് ഡബിൾ വോട്ടുള്ള ഒരു സംവിധാനം, ഇരട്ട വോട്ടുള്ള സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകണം. രണ്ടിടത്ത് വോട്ടുള്ളവർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രമായി അവരുടെ വോട്ട് അവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഒരു സ്ഥലത്തെ വോട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. ഇവിടെ ഈ വോട്ടിൻ്റെ ഇരട്ട വോട്ടിൻ്റെ ലാഭം ശരിക്കും കൊയ്യുന്നത് ഈ ഇടുക്കിയെ സംബന്ധിച്ചത് CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരതിനകത്ത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. എന്താണെങ്കിലും ഈ രാജ്യത്തുടനീളം വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയും ആ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന LDF-ഉം എല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ 8 നോമ്പാചരണവും മരിയൻ തീർത്ഥാടനവും പരിശുദ്ധയമ്മയുടെ പിറവി തിരുനാളും ആഗസ്റ്റ് 31 കൊടിയേറി സെപ്റ്റംബർ 8 സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിവസങ്ങളിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, പാലാ രൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കിൽ, ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, വികാരി ജനറൽ, വൈദികർമാർ എന്നിവർ വിവിധ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. തിരുനാളിന്റെ 3-ാം ദിനം ഹിന്ദിയിലും 4-ാം ദിനം മലങ്കര റീത്തിലും 5-ാം ദിനം തമിഴിലും വിശുദ്ധ കുർബാന അർപ്പിക്കും. ആഗസ്റ്റ് 31 വൈകിട്ട് 4:15 ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ അബ്രഹാം പുറയാറ്റ് തിരുനാൾ കൊടിയേറ്റും. സെപ്റ്റംബർ 1 വൈകിട്ട് 5 ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ, 5 വൈകിട്ട് പാലാ രൂപത സഹായമെത്രാൻ മോൺ ജേക്കബ് മുരിക്കിൻ എന്നിവർ പൊന്തിപ്പിക്കൽ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകും. ആഗസ്റ്റ് മാസം 31 വൈകിട്ട് 4:15 മണിക്ക് ഇടുക്കി രൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മോർച്ചർ അബ്രഹാം പുറയാറ്റച്ചൻ തിരുനാൾ പതാക ഉയർത്തുകയും തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. തുടർന്നുള്ള എല്ലാ ദിവസവും ഒരു ദിവസം 5 കുർബാനകൾ എന്ന നിലയിൽ കുർബാനകളും നൊവേനകളും അതുപോലെ തന്നെ മറ്റു തിരുക്കർമ്മങ്ങളും ഉണ്ടായിരിക്കും. 1-ാം തീയതി ഇടുക്കി രൂപതയുടെ ശ്രേഷ്ഠ മെത്രാൻ അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്ന പിതാവിൻ്റെ പൊന്റിഫിക്കൽ കുർബാനയുണ്ടായിരിക്കും. 6 രാവിലെ 10 രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനത്തിന് രാജാക്കാട് NR സിറ്റി, നടുമറ്റം, രാജകുമാരി ടൗൺ എന്നിവിടങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തീർത്ഥാടനം രാജകുമാരി പള്ളിയിലെത്തുമ്പോൾ തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം നൽകും. 1:30 സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ പൊന്തിപ്പിക്കൽ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ വികാരി മോൺ ജോസ് നരിതൂക്കിൽ, സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നൽ, ഫാദർ അലക്സ് ചേന്നംകുളം, കൈക്കാരന്മാരായ ബേബി തറപ്പേൽ, ജെയ്സൺ അങ്ങാടിയത്ത്, ജോയി പുതിയടത്ത്, ബെന്നി പറപ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. അടിമാലി അക്സ ഇസ്ലാമിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സാധു വിവാഹ പദ്ധതി നടന്നു. പദ്ധതിയിലൂടെ 3 പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം ലഭിച്ചു. പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അക്സയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന വിവാഹവേദിയിൽ ഇത്തവണ അനാഥരായ 3 പെൺകുട്ടികൾക്കാണ് മംഗല്യ സൗഭാഗ്യം ലഭിച്ചത്. അക്സ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്യാണ പന്തലിൽ ചടങ്ങുകൾ നടന്നു. പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ സഹോദരന്മാരെല്ലാവരും ഈ മഹലിലെല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ പ്രമുഖരായിട്ടുള്ള ആളുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഒക്കെയുണ്ട്. സിഹാദ് സാഹിബ്, അതുപോലെ തന്നെ അനസ് ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം നേതാക്കന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും. അക്സ ഇസ്ലാമിക് അക്കാദമി ട്രഷറർ നിസാർ പെരിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ, ഷൈഖുന ഹസൻ ഫൈസി പെരുമ്പാവൂർ, ഹാസിബ് മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി, അഷറഫ് ഫൈസി, ഫാസിസ് അർഷാദ് ഫലാഹി, KS സിയാദ്, അനസ് ഇബ്രാഹിം തുടങ്ങിയ വിവിധ ആളുകൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു.
ഹെൽപ്സ് MB മീരാൻ മെമ്മോറിയൽ അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മൊയ്യുദ്ദീൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിസാർ ബാഖവി, നൌഫൽ ബാഖവി, മക്കാർ പുളിക്കക്കുടി, PA ബഷീർ ആനച്ചാൽ, സയ്യിദ് മൂലത്തൊട്ടി, ഷമീർ കിളിയങ്കോട്ട്, CH ഇബ്രാഹിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ അടിമാലി. CBSE സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ ഷോട്ട് പുട്ട് മത്സരത്തിൽ വെങ്കല മെഡൽ നേടി രാജകുമാരി സ്വദേശി S സന്മിത നാടിന് അഭിമാന താരമായി മാറി. കൊച്ചിയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. 19 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. മുരിക്കുംതൊട്ടി മോൺഫോർട്ട് വാലി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സന്മിത. അഭിമാനകരമായ നേട്ടം കൈവരിച്ച സന്മതിക്ക് ഒരു നാടൊന്നാകെ അഭിനന്ദനങ്ങൾ അറിയിച്ച് എത്തിയിട്ടുണ്ട്. അടിമാലി ഇരുമ്പുപാലത്ത് പ്രവർത്തിച്ചു വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ബാങ്ക് മറ്റൊരിടത്തേക്ക് മാറ്റിയാൽ അത് ആളുകൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിന് ഇടവരുത്തുമെന്നാണ് വാദം. ഈ നീക്കം ബാങ്ക് അധികൃതർ ഉപേക്ഷിക്കണമെന്നും ഇല്ലാത്തപക്ഷം സമരത്തിന് രൂപം നൽകുമെന്നും ജനകീയ സമിതി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രധാന ടൗണുകളിലൊന്നാണ് ഇരുമ്പുപാലം. ഇരുമ്പുപാലം ടൗണിൽ ഏറെ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് നിലവിൽ പ്രവർത്തിക്കുന്നിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ നീക്കം നടക്കുന്നുവെന്നും അങ്ങനെ വന്നാൽ അത് ഇടപാടുകാർക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടിന് ഇടവരുത്തുമെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ബാങ്കുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കണമെന്ന മാനദണ്ഡം വന്നതോടെ നിലവിൽ പ്രവർത്തിക്കുന്നതിന് സമീപം തന്നെ സൗകര്യപ്രദമായ കെട്ടിടം നൽകാൻ ഉടമ തയ്യാറായിട്ടും ചില ഉദ്യോഗസ്ഥരുടെ വ്യക്തി താൽപര്യം മുൻനിർത്തി ടൗണിൽ നിന്നും 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് ബ്രാഞ്ച് മാറ്റാൻ നീക്കം നടക്കുന്നുവെന്ന് ജനകീയ സമിതി അടിമാലിയിലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളോട് പറഞ്ഞത് വേണമെങ്കിൽ ആദിവാസി മേഖലയിൽ എവിടെയെങ്കിലും ഒരു സബ് സെന്റർ ഇതിന് തുടങ്ങാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അവിടെ മൊബൈൽ സൗകര്യങ്ങളോ കറണ്ടോ അല്ലെങ്കിൽ ആ ആനയുടെ ശല്യങ്ങൾ ഇങ്ങനെയെല്ലാം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വളരെ ഒരു അനുകമ്പാപൂർവമല്ലാതെ അതവിടെ നിന്ന് മാറ്റണമെന്നുള്ള ഒരു ഉറച്ച ധാർഷ്ട്യത്തോടെ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും അവിടെ അനുയോജ്യമായ സ്ഥലം കണ്ടു. അവിടെ ഒരു ലീഗൽ അഡ്വൈസറാണ് ഇനി കാര്യങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല ഇത് പോയി, ഇനി അതുമായി നിങ്ങൾ മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിലാണ്. ടൗണിൽ നിന്നും ബാങ്ക് ദൂരത്തേക്ക് മാറ്റപ്പെട്ടാൽ വിവിധയിടങ്ങളിൽ നിന്ന് ഇടപാടുകൾക്ക് എത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വീണ്ടും മറ്റൊരു വാഹനം പിടിച്ച് ബാങ്കിലെത്തേണ്ട സ്ഥിതി ഉണ്ടാകും. ഇത് സമയനഷ്ടത്തിനൊപ്പം സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. മുമ്പ് ടൗൺ വികസനത്തിന് കരുത്തായി നിന്ന ബാങ്ക് ഓഫീസ് ടൗണിൽ നിന്ന് മാറ്റപ്പെട്ടാൽ വ്യാപാരത്തെയും വികസനത്തെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കം ബാങ്ക് അധികൃതർ ഉപേക്ഷിക്കണമെന്നും ഇല്ലാത്തപക്ഷം സമരത്തിന് രൂപം നൽകുമെന്നും ചാണ്ടി P. അലക്സാണ്ടർ, ബേബി അഞ്ചേരി, ഡെന്നി തോമസ്, KK രാജൻ, ജോജി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ അടിമാലി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് അനുമതി നൽകുന്നതോടെ ചട്ടങ്ങൾ പ്രാബല്യത്തിലെത്തും. സർക്കാർ വാക്കുപാലിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച എല്ലാവിധ സൗകര്യങ്ങളുമുള്ള രാജാക്കാട് കൃഷിഭവൻ കെട്ടിടം സംരക്ഷണമില്ലാതെ കാടുകയറി നശിക്കുന്നു. കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണമെന്ന ആവശ്യം. വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്ന മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക കണക്ഷനെങ്കിലും നൽകുവാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. CPM-ഉം കോൺഗ്രസും ഇരട്ട വോട്ടിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നുവെന്ന VC വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.